ഇതാടാ ഞാൻ പറഞ്ഞ പൂച്ചെടിക്കപ്പ എന്ന് പറഞ്ഞത്. ഇത് പിന്നെ ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആകാശവെള്ളരി എന്ന് പറഞ്ഞത്. ഇതുണ്ടോ, ഇതാണ് കായ. ഇവിടെ ഇങ്ങനെ ഈ പ്രാവശ്യം കുറേ കായ്കളുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ഇത് ഇതൊരു പഴുത്തതാണ്. ഇത് കണ്ടോ, പഴുക്കുമ്പോൾ ഇതിൻ്റെ മഞ്ഞ നിറമായിട്ട് ഇരിക്കുന്നത്. ഇതുണ്ടോ, ഇത് ആവറേജ് മൂപ്പായത്. ഇത് കറി വയ്ക്കാൻ കൊള്ളാവേ. ആ പഴനിപ്പുണ്ട്, അത് വയ്ക്കണം. അതിൽ കുറേ കായുണ്ട്, കുറേ അധികം കായകൾ ഇപ്രാവശ്യം കിട്ടിയായിരുന്നേ. അതുണ്ടോ, ഇവിടെയൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഈ പഴമൊന്ന് പറിക്കാൻ നോക്കാം. ഇതുണ്ടടാ, നോക്കടാ, ഇതാ പൂച്ചെടിക്കപ്പയെന്ന് പറഞ്ഞത്. ഉണ്ടോ, ഇതിൻ്റെ തണ്ട് കപ്പത്തണ്ട് പോലെ ഉണ്ടോ കേട്ടോ. മറ്റും നിറച്ചും തുളസിയാണ്. അതൊന്ന് മുറിച്ച് നോക്കാവേ, മുറിച്ച് നിന്നെ കാണിക്കാവേ. ഇത് ഞാൻ കാണിച്ചെന്നില്ല, പഴുത്തതാ. അതാ ഇതുണ്ടോ, അതിൻ്റെ ഉള്ളിലെ കണ്ടോ, അതിൻ്റെ കുരു പ്രാഷൻ ബൂട്ടിൻ്റെ പോലത്തെ ഉള്ളിലെ കുരുവല്ലേ നോക്കിയേ. പക്ഷെ വലിപ്പമുള്ളതാ. ഇത് ഇങ്ങനെ, ഇത് കണ്ടോ, ഇതെടുത്ത് കഴിക്കുന്ന ഇതുണ്ടോ, ഇതുണ്ടോ, ഇതിൻ്റെ ഉൾവശം ഇതുപോലെ ഇരിക്കുവേ. ഇത് അതിൻ്റെ പരിപ്പെല്ലാം എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കപ്പളങ്ങ പോലെ അമ്മയ്ക്ക പോലെ നല്ല പഴുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇത് ഞെങ്ങി വരും കപ്പളങ്ങ പഴം പോലെ. ഇവിടെ പക്ഷേ ഞെക്കുള്ളൂ, അത് ശരാശരി ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുക. ഇത് ഉൾവശം നല്ലപോലെ പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ അലുത്ത് വരും. ഇത് കറി വയ്ക്കാൻ കൊള്ളുന്ന ആവറേജ് മൂപ്പാകുമ്പോൾ ഇത് നമ്മൾ കപ്പളങ്ങ കറി വയ്ക്കുന്ന പോലെ ഇത് കറി വയ്ക്കാൻ പറ്റും നമുക്ക്.